സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം. ശിവനും പാപിയും ചേർന്നാൽ ശിവനും പാപിയും അതൊരു റൂമറായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പോൾ ഇതിൻ്റെ അത് വേറെ ഞാനതിനെക്കുറിച്ച് വേറെ ഒന്നും കേട്ടിട്ടില്ല. ഞാൻ പറയല്ല, ഞാൻ ഒരു വർഷം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി കുറച്ച് പഠിച്ചിട്ട് പറയണം. ഞാൻ പഴയ ഇങ്ങനെ കഥ ബുക്കിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പരാമർശമാണ് നടത്തിയത്. ഈ ജയരാജനോടെയും പിണറായിയുടെ കൂടിയാലേ പിണറായി ഒന്നിച്ച് ഇവൻ്റെ കൂടെ നിൽക്കൂല. ശിവനും പാർവതി വേറെ തന്നെ പോകുള്ളൂ. അയാൾ പിണറായി അവിടെ നിൽക്കുള്ളൂ, മുന്നിൽ നിൽക്കുള്ളൂ. ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ല. പക്ഷേ അത് മൂപ്പരുടെ ഒരു അറിയില്ല. മുഖ്യമന്ത്രി സാറിൻ്റെ എന്താ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ആ പഴഞ്ചൊല്ല് പോലെ അങ്ങനെ പറയുന്നതാണല്ലോ ഇടയ്ക്ക്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ നമ്മളെന്താണ് നന്ദകുമാറായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ഇയാളും ഒരു ഇടക്കാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും പാപി ശിവൻ്റെ കൂടെ ചേർന്നാൽ ശിവൻ പാപിയാവൂല. അതെങ്ങനെ? ശിവനാണ് ഏറ്റവും അത്യുന്നത്. ഏത് കേടുള്ള വസ്തു ഒരു നന്നാക്കുന്ന ആളാണ് ശിവൻ. അല്ലാതെ കേടുള്ള വസ്തുവിനെ കേടായിട്ട് ശിവനിലേക്ക് ആദ്യം സ്വീകരിക്കുന്നത് ശരിയല്ല. ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ആകെ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. പുരാണത്തിൽ അങ്ങനെ ഒരു കഥ കേൾക്കാൻ സാധ്യതയില്ല. വടക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു നാടൻ പ്രയോഗമുണ്ട്. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും. ഇസം സർഗോ ഗുണോ ദോഷോ ഭവന്തു. സംഗതി ഇത്രയേ ഉള്ളൂ. വ്യക്തികളുമായുള്ള ഇടപെടൽ കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാകാം. ആരുമായി ഇടപെട്ടാലും ശ്രദ്ധിച്ച് മാത്രമേ ഇടപെടാൻ പാടുള്ളൂ എന്നതാണ് ചുരുക്കം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പാപി ദല്ലാൽ നന്ദകുമാർ. EP ജയരാജൻ എല്ലാവരുമായി സൗഹൃദം പുലർത്തുന്ന ആളാണ്. ജാഗ്രത വേണ്ടിടത്ത് അത് കാണിച്ചില്ലെന്ന് ചുരുക്കം. ദല്ലാളിനോട് ചേർന്നാൽ ജയരാജനും പാപിയാകും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ശിവം എന്ന വാക്കിന്റെ അർത്ഥം മംഗളം എന്നാണ്. അങ്ങേയറ്റം മംഗളം നിറഞ്ഞ വ്യക്തിയാണ് ശിവൻ. മുഖ്യമന്ത്രി ശരിക്കും ജയരാജന് ശിവനായാണ് പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടില് എപ്പോഴും ശ്രദ്ധിക്കണം. ഉത്തര മലബാറുകാരായതുകൊണ്ട് വടക്കം പാട്ടിലൊരു ഈരടിയുണ്ട്. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. അതാണ് കുറച്ചുകൂടി ചേരുന്നത് ഈരടി. പൗരാണികതയെ ചുറ്റിപ്പറ്റി ഒരുപാട് ചൊല്ലുകളുണ്ട്. അതിൽ കഥയ്ക്കല്ല അന്തസത്തയ്ക്കാണ് പ്രാധാന്യം. അതിൽ ചിലത് ഞാൻ പറയാം. അകലെ പോകുന്നവനെ അരികത്ത് വിളിച്ചാൽ അരയ്ക്കാത്തൊട്ട് ഛേദം. അനാവശ്യ കാര്യത്തിൽ ഇടപെട്ടാൽ നഷ്ടമെന്നർത്ഥം. മറ്റൊന്ന്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. നല്ല സുഹൃത്തുക്കളോട് കൂട്ടുകൂടിയാൽ നല്ല സ്വഭാവം കാണിക്കും. ചീത്ത കൂട്ടുകെട്ട് ചീത്ത സ്വഭാവത്തിനും കാരണമാകും. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം. വഴിതെറ്റി നടക്കുന്നവൻ ആപത്തിൽ ചെന്ന് ചാടും. കുഞ്ചൻ നമ്പ്യാരുടെ പ്രശസ്തമായ വരികളാണ് മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. കൂട്ടുകെട്ടുകൾക്ക് നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ സുപ്രധാനമായൊരു പങ്കുണ്ട്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം അതീവ ശ്രദ്ധ ചെലുത്തണം എന്നതാണ് അർത്ഥമാക്കുന്നത്.